സമസ്തയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും അടുപ്പമോ എതിർപ്പോ ഇല്ലെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സമസ്ത മുഖപത്രം സുപ്രഭാതത്തിലാണ് രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. സർക്കാരിന്റെ എല്ലാ നയങ്ങളെയും സമസ്ത പിന്തുണയ്ക്കുന്നില്ലെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട്. വിവരങ്ങളുമായി ഗോകുൽ PR ചേരുന്നുണ്ട്. ഗോകുൽ, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ്? മുഖപത്രത്തിലാണ് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇത്തരത്തിൽ ഒരു ലേഖനം എഴുതിയത്. സമസ്തയുടെ അജണ്ടയ്ക്കും വ്യക്തിത്വത്തിനും വിരുദ്ധമായി വർഗീയത വളർത്താൻ ശ്രമിച്ച ആളുകളെ സമസ്ത എപ്പോഴും എതിർത്തിട്ടുണ്ട്. അത് തിരഞ്ഞെടുപ്പിൽ ആരെയും ജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ അല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ലേഖനത്തിൽ പറയുന്നത്. ആ തിരഞ്ഞെടുപ്പ് കാലത്ത് സമസ്തയുടെ ചില നിലപാടുകളും സമസ്ത മുഖപത്രം സുപ്രഭാതത്തിൽ വന്ന പരസ്യങ്ങളൊക്കെ വലിയ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു. കാലങ്ങളായി മുസ്ലിം ലീഗിന് അനുകൂലമായി നിൽക്കുകയും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന ആ സമസ്ത അണികൾക്ക് സുപ്രഭാതത്തിൽ വന്ന LDF അനുകൂല പരസ്യമൊക്കെ വലിയ രീതിയിലുള്ള വിയോജിപ്പുണ്ടാക്കുകയും സമസ്തയുടെ തന്നെ ആളുകളായിട്ടുള്ള സുപ്രഭാതത്തിൽ അനുകൂലികളായിട്ടുള്ള ലീഗ് അനുകൂലികളൊക്കെ സമസ്ത മുഖപത്രം കത്തിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ലേഖനം ശ്രദ്ധേയമാകുന്നത് എന്നൊരു കാര്യം കൂടെ ഇപ്പോൾ എടുത്തു പറയേണ്ടതായിട്ട് വരും. കാരണം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കോട് പ്രത്യേക താല്പര്യമോ എതിർപ്പോ ഇല്ല എന്നാണ് പ്രധാനമായിട്ടും സമസ്തയുടെ അധ്യക്ഷൻ ഈ ലേഖനത്തിൽ പറയുന്നത്. കാലങ്ങളായി ലീഗിന് അനുകൂലമായിട്ടാണ് സമസ്ത നിൽക്കുന്നത് എന്ന് പറയുമ്പോഴും ഇത്തരത്തിലൊരു പരാമർശം ലേഖനത്തിൽ സമസ്ത അധ്യക്ഷൻ നടത്തിയിരിക്കുമ്പോൾ അത് ലീഗിനുള്ള ഒരു മറുപടിയാണോ എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. സമസ്ത ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായി നിൽക്കില്ല, സർക്കാരിനോട് പ്രത്യേക താല്പര്യമോ എതിർപ്പോ ഇല്ല, വിഷയാധിഷ്ഠിതമാണ് സമസ്തയുടെ നിലപാട്. വിഷയങ്ങൾ മാറുന്നതിനനുസരിച്ച് സമസ്ത സർക്കാരിനോടും രാഷ്ട്രീയ പാർട്ടികളോടും മാറി മാറി കൂറ് പുലർത്തിക്കൊണ്ടിരിക്കും. സമസ്തയുടെ സാംസ്കാരിക ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആരാണോ അവരുടെ കൂടെ നിൽക്കാൻ സമസ്ത നിർബന്ധിതമാകും, അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കും സമസ്തയുടെ പ്രവർത്തനം എന്നൊക്കെയാണ് ഈ ലേഖനത്തിൽ സമസ്തയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നത്. അത് തീർച്ചയായിട്ടും മുസ്ലിം ലീഗിനുള്ള ഒരു മറുപടിയാണോ എന്നൊരു സംശയം സ്വാഭാവികമായിട്ട് ഉയരുന്നുണ്ട്. കാരണം കാലങ്ങളായി സമസ്തയുടെ അണികൾ മുസ്ലിം ലീഗിന് അനുകൂലമായി വോട്ട് ചെയ്യുന്നവരോ അല്ലെങ്കിൽ സമസ്തയുടെ ഭൂരിപക്ഷം അണികളും മുസ്ലിം ലീഗിന്റെ കൂടെ നിൽക്കുന്നവരോ ആണ്. അതുകൊണ്ടാണ് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് LDF അനുകൂലമായിട്ടുള്ള ഒരു പരസ്യം വന്നപ്പോൾ ആ പത്രം കത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ കൂടി പരിഗണിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു സംശയം അല്ലെങ്കിൽ ലീഗിനുള്ള മറുപടിയാണോ ഈ ലേഖനം എന്നൊരു ചോദ്യത്തിലേക്ക് ഒരു വിരൽ ചൂണ്ടുന്നത്. സമുദായത്തിന്റെ ഐക്യവും കെട്ടുറപ്പുമാണോ പ്രധാനമെന്ന് സമസ്തയുടെ അധ്യക്ഷൻ ഈ ലേഖനത്തിൽ പറയുന്നത്. ഈ രാഷ്ട്രീയ നിലപാടുകൾ രൂപപ്പെട്ടു വരുന്നത് സമുദായത്തിന് എങ്ങനെ ഗുണം ലഭിക്കുന്നു എന്നത് വെച്ച് മാത്രമാണെന്നുള്ളതാണ്. മുസ്ലിം ലീഗിനും അങ്ങനെ വിമർശനമുണ്ടല്ലേ? കാരണം ഈ തിരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയം ജയപരാജയം ഒന്നും സമസ്തയെ സംബന്ധിച്ചിടത്തോളം അജണ്ടയല്ല എന്ന് പറയുമ്പോൾ ആ അജണ്ട വെച്ച് മറ്റു സംഘടനകൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പാർട്ടികൾ പ്രവർത്തിക്കുന്നു എന്നുകൂടി നോക്കിക്കാണ്ടേ? ഒരു പക്ഷെ അങ്ങനെ ഒരു ഇതുകൂടി ഇല്ലേ അതിൽ? അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. സമുദായത്തിന്റെ ഐക്യവും കെട്ടുറപ്പുമാണ് പ്രധാനം സമസ്തയ്ക്ക് എന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എഴുതിയിരിക്കുന്നത്. കാരണം മുസ്ലിം സമുദായത്തിന്റെ ഐക്യവും കെട്ടുറപ്പും നിലനിൽക്കുന്ന രീതിയിൽ ആരൊക്കെ പ്രവർത്തിക്കുന്നോ അവർക്കൊക്കെ അനുകൂലമായി മാറാനും പ്രവർത്തിക്കാനും ചിന്തിക്കാനും സമസ്തയുടെ അണികൾ തയ്യാറാകും, അല്ലെങ്കിൽ അതാണ് ചെയ്യേണ്ടത് എന്നൊരു സന്ദേശമാണ് ഈ ലേഖനത്തിൽ കൂടി അദ്ദേഹം സമസ്ത അണികൾക്ക് ഉൾപ്പെടെ നൽകാനുള്ളത്. സമസ്ത അണികളോട് അത്തരത്തിലൊരു കാര്യം പറയുമ്പോഴാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് മുസ്ലിം ലീഗിനുള്ള മറുപടിയാണോ എന്ന് പറയേണ്ടി വരുന്നത്. കാരണം പല ഘട്ടങ്ങളിലും സമസ്തയും ലീഗും തമ്മിലുള്ള അനൈക്യവും അഭിപ്രായ വ്യത്യാസവും ഒക്കെ മറനീക്കി പുറത്തു വന്നിരുന്നു. സമസ്തയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം പാണക്കാട് തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രവർത്തിച്ചിരുന്നതായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് സമസ്തയിലെ മുഷാവറ അംഗങ്ങൾ ഉൾപ്പെടെ വിമർശനം ഉന്നയിച്ചിരുന്നു. അപ്പോൾ സമസ്തയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി അല്ലെങ്കിൽ കെട്ടുറപ്പിനും വേണ്ടി ആരൊക്കെ പ്രവർത്തിക്കുന്നു അവരുടെ കൂടെ നിൽക്കാൻ തങ്ങൾ നിർബന്ധിതരാകുമെന്നൊരു സന്ദേശം സ്വാഭാവികമായിട്ടും സമസ്ത മുന്നോട്ടേക്ക് വെക്കുമ്പോൾ അത് ലീഗിനുള്ള മറുപടിയാണ്, അല്ലെങ്കിൽ ലീഗ് ഈ ഒരു ലേഖനത്തെ കൂടുതൽ ചർച്ച ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ പരിഗണിക്കേണ്ടതായി വരും എന്നൊരു സംശയത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഏതെങ്കിലും വ്യക്തിയുടെ ലാഭനഷ്ടങ്ങൾക്കപ്പുറം സമുദായത്തിന്റെ ഐശ്വര്യവും നന്മയുമാണ് പ്രധാനമാണ്, സമുദായത്തിന്റെ ഐക്യവും നന്മയുമാണ് പ്രധാനം എന്നൊക്കെ ഇദ്ദേഹം ഈ ലേഖനത്തിൽ എടുത്തു കാണിക്കുമ്പോൾ സമുദായത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും അതല്ലെങ്കിൽ സമസ്ത മുന്നോട്ടേക്ക് വെക്കുന്ന ആശയാദർശങ്ങളുമായി മുന്നോട്ടേക്ക് പോകുന്ന അതിൽ നിലയുറച്ചു നിൽക്കുന്ന ഏത് സംഘടനയുമായും ഏത് സർക്കാർ സംവിധാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ സമസ്ത തയ്യാറാണ് എന്നൊരു കാര്യം അദ്ദേഹം മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. അതുതന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയേണ്ടത്. കാരണം സമസ്തയുടെ രാഷ്ട്രീയ നിലപാടുകൾ സംബന്ധിച്ച് മാധ്യമങ്ങൾ അനാവശ്യ ചർച്ചാ വിഷയങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നൊരു വിമർശനം മാധ്യമങ്ങൾക്കെതിരെയും അദ്ദേഹം മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. സമസ്തയുടെ അടിസ്ഥാന നിലപാട് അറിയാത്തവരാണ് ഇത്തരം വിവാദങ്ങൾക്ക് പിന്നിൽ എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഈ PMA സലാമും പാണക്കാട് സാധിക്കുന്ന തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നേരെ വിമർശനം ഉന്നയിക്കുകയും
സമസ്തയുടെ നിലപാടുകൾ പലപ്പോഴും വിഷയാധിഷ്ഠിതമാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുമ്പോഴും സമസ്ത ഒരു നേരത്തെ പറഞ്ഞ സമദൂരത്തിലേക്ക് മാറുകയാണോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്നുണ്ട്. അത് ലീഗിന് തിരിച്ചടിയാകുമോ എന്നൊരു കാര്യം കൂടെ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ അത്തരത്തിലൊരു സംശയത്തിലേക്കും കൂടി കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. യെസ് ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.